എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സുകളിലേക്കും ഓക്സിലറി നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സുകളിലേക്കുമുള്ള അപേക്ഷകൾ എപ്പോഴാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ള വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ്. അപ്പോൾ ആ ഒരു സംശയത്തിനുള്ള ഉത്തരമാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള ഗവൺമെൻറ് GNM സ്കൂളുകളിലേക്കുള്ള അപേക്ഷകൾ നിലവിൽ ആരംഭിച്ചിട്ടില്ല. അപ്പോൾ അത് ഉടൻ തന്നെ ആരംഭിക്കുന്ന സമയത്ത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. എന്നാൽ പ്രൈവറ്റ് GNM സ്കൂളുകളിലേക്കുള്ള അലോട്ട്മെൻറ്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു തൊട്ടടുത്തുള്ള ഈ ഒരു GNM സ്കൂളുകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു GNM സ്കൂളുകളിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ GNM സ്കൂളുകളിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് വേണ്ട ആ ഒരു ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ SSLCയുടെ ആ ഒരു SSLC സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, അതായത് SSLC സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, അതുപോലെ തന്നെ +2 റിസൾട്ടിൻ്റെ കോപ്പി, അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ നമ്പർ ആവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് 300 രൂപ ഫീസ് കൂടി ആവശ്യമാണ്. ഇത്രയുമാണ് നിങ്ങൾക്ക് ഈ ഒരു GNM സ്കൂളിലേക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു നാട്ടിലുള്ള അതായത് എല്ലാവിധ ഈ ഒരു പ്രൈവറ്റ് അതായത് നിങ്ങൾ അറിയപ്പെടുന്ന അതായത് വലിയ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കീഴിലൊക്കെ ഈ ഒരു GNM സ്കൂളുകൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നിലവിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ നാട്ടിലുള്ള GNM സ്കൂൾ ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. സാധാരണ അധിക നഴ്സിംഗ് കോളേജുകൾക്ക് കീഴിലും ഈ ഒരു GNM കോഴ്സുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നാട്ടിലുള്ള ആ ഒരു GNM സ്കൂളുകൾ ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. നിലവിൽ പ്രൈവറ്റ് GNM സ്കൂളുകളിലേക്കുള്ള BSc നഴ്സിംഗ് കോഴ്സ്, BSc നഴ്സിംഗ് അല്ല, അതായത് GNM ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സുകളിലേക്കുള്ള അപേക്ഷാ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജില്ലയിലുള്ള അതായത് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കുറച്ച് വലിയ ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് കീഴിലൊക്കെ ഈ ഒരു GNM സ്കൂളുകൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും GNM സ്കൂൾ അറിയില്ല എങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെബ്സൈറ്റിൽ, അതായത് നിങ്ങളുടെ ഈ ഒരു ക്രോം ബ്രൗസറിൽ സെർച്ച് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഹോസ്പിറ്റലുകളിൽ വിളിച്ച് ചോദിച്ചാൽ മതി. അപ്പോൾ അവർക്ക് GNM സ്കൂൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നിലവിൽ കണ്ണൂർ ജില്ലയിലുള്ള GNM സ്കൂളുകളുടെ ലിസ്റ്റ് എന്ന് പറയുന്നത് ഒന്ന് പരിയാരം GNM സ്കൂളാണ്. അത് ഗവൺമെൻറ് GNM സ്കൂളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ആ ഒരു അപേക്ഷ നടപടികൾ ആരംഭിച്ചാലാണ് അതിൻ്റെ ആ ഒരു കാര്യങ്ങൾ അപേക്ഷ കൊടുക്കാനായിട്ട് പറ്റുക. അതുപോലെ തന്നെ നിലവിൽ AKG GNM സ്കൂളുണ്ട്, അതുപോലെ തന്നെ കൊയിലി GNM സ്കൂളുണ്ട്. അപ്പോൾ ഈ ഒരു GNM സ്കൂളുകളുടെയൊക്കെയുള്ള അപേക്ഷ നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ജൂൺ, അതായത് ഇപ്പോൾ മുതലാണ് ആരംഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 30 ദിവസത്തോളമാണ് ഉണ്ടായിരിക്കുക ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവുക. അതുപോലെ തന്നെ അധികം GNM സ്കൂളിലും ഏകദേശം മാക്സിമം 200 ആപ്ലിക്കേഷൻ മാത്രമേ സ്വീകരിക്കുള്ളൂ. കാരണം GNMന് ആകെ ജസ്റ്റ് ഒരു GNM സ്കൂളിൽ 20-30 സീറ്റൊക്കെ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള പ്രൈവറ്റ് GNM സ്കൂളുകളിൽ കോൺടാക്റ്റ് ചെയ്യുക. അവിടെ ആ ഒരു GNM സ്കൂളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു എന്ന് നോക്കുക. അതല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള BSc നഴ്സിംഗ് കോഴ്സ് പഠിപ്പിക്കുന്ന നഴ്സിംഗ് സ്കൂളിൽ വിളിച്ചാൽ മതി. കാരണം അവിടെയാണ് GNM കോഴ്സ് പഠിപ്പിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഒന്നുകിൽ നഴ്സിംഗ് സ്കൂളുകളിലേക്ക് വിളിച്ച് ചോദിക്കുക. അതല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള അടുത്ത് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ GNM സ്കൂളുകളിൽ എപ്പോഴാണ് അഡ്മിഷൻ നടക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ, അതായത് ഈ ഒരു ഗവൺമെൻറ് GNM സ്കൂൾ എന്ന് പറയുമ്പോൾ ഈ ഒരു കേരളത്തിൽ ടോട്ടൽ 14 GNM സ്കൂളാണുള്ളത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടുന്നതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിലവിൽ ആരംഭിച്ചിട്ടില്ല, അതായത് അപേക്ഷ ആരംഭിച്ചിട്ടില്ല. അപേക്ഷ ആരംഭിക്കുന്ന സമയത്ത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സാധാരണഗതിയിൽ അതിൻ്റെ സർക്കുലർ വരുന്നത് ഈ ഒരു dhs.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് സാധാരണ എല്ലാവർക്കും അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്ന GNM സ്കൂളുകളിലേക്കുള്ള അപേക്ഷ ആരംഭിക്കുന്നത്. SC/ST വിദ്യാർത്ഥികൾക്ക് മാത്രം അപേക്ഷിക്കാൻ പറ്റുന്ന ഈ GNM സ്കൂളിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് dme.kerala.gov.in എന്നാണ്. അപ്പോൾ DME എന്ന് പറഞ്ഞാൽ ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആണ്. അതുപോലെ DHS എന്ന് പറഞ്ഞാൽ ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസ് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു DHS വെബ്സൈറ്റ് വഴിയാണ് എല്ലാ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാനായിട്ട് പറ്റുന്ന GNM സ്കൂളിലേക്കുള്ള അപേക്ഷ നൽകേണ്ടത്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒറ്റൊരു ഗവൺമെൻറ് GNM സ്കൂളിലേക്ക് മാത്രമാണ്, അത് 14 ജില്ലയിൽ GNM സ്കൂൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു GNM സ്കൂളിലേക്ക് മാത്രമാണ് നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാവുക. എന്നാൽ നിങ്ങൾക്ക് പ്രൈവറ്റ് GNM സ്കൂളുകളിലേക്ക് നിങ്ങൾക്ക് എത്ര സ്കൂളിലേക്ക് വേണമെങ്കിലും അപേക്ഷിക്കാം. അപ്പോൾ ഓരോ GNM സ്കൂളിലേക്കും നിലവിൽ അപേക്ഷ ആരംഭിച്ചതുകൊണ്ട് തന്നെ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഓരോ GNM സ്കൂളിലും ഇതേ രീതിയിൽ തന്നെ 300 രൂപയോളമായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് വരിക. നിങ്ങൾ ഫിസിക്സ് അല്ല, ഈ ഒരു സയൻസ്, ഈ ഒരു കൊമേഴ്സ്, അതുപോലെ തന്നെ
ഒരു ഹ്യൂമാനിറ്റീസ് എന്നിവ പഠിച്ച ഏതൊരു വിദ്യാർത്ഥിക്കും ഈ ഒരു GNM കോഴ്സിന് അഡ്മിഷൻ നേടാം. എന്നാൽ കേരളത്തിൽ GNM കോഴ്സിന് വളരെയധികം ഡിമാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ സയൻസ് പഠിച്ച വിദ്യാർത്ഥികൾക്കായിരിക്കും കൂടുതൽ അഡ്മിഷൻ കിട്ടാനുള്ള, അത് ബയോളജി സയൻസ് പഠിച്ചവർക്ക് മാത്രമായിരിക്കും കൂടുതൽ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ടാവുക. അവരുടെ അഭാവത്തിൽ മാത്രമാണ് മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു GNM കോഴ്സുകളിലേക്കുള്ള ആ ഒരു അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാവുള്ളൂ. കേരളത്തിന് പുറത്ത് നിങ്ങൾക്ക് GNM കോഴ്സ് പഠിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു GNM കോഴ്സ് എന്ന് പറയുമ്പോൾ അത് പ്രാക്ടിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആയതുകൊണ്ട് തന്നെ, അതായത് നിങ്ങൾ അധികം തിയറി ഉണ്ടാവില്ല, അധികം പ്രാക്ടിക്കലാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു 3 വർഷത്തെ ഈ ഒരു GNM കോഴ്സ് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുന്ന സമയത്ത് നിങ്ങൾ അഡ്മിഷൻ നേടുന്ന ആ ഒരു GNM സ്കൂള് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിന് കീഴിലുള്ളതായിരിക്കണമെന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഹോസ്പിറ്റലിന് കീഴിലാകുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രാക്ടീസും ക്ലാസ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു GNM അഡ്മിഷൻ നേടുന്ന പ്രൈവറ്റ് ആയിട്ടുള്ള ഈ ഒരു GNM സ്കൂളുകൾ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് GNM, അത് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിന്, അത് പ്രൈവറ്റ് ഹോസ്പിറ്റലായിക്കോട്ടെ, അപ്പോൾ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിന് കീഴിലുള്ള ഒരു GNM സ്കൂളായിരിക്കണം എന്ന് പറയാൻ കാരണം അങ്ങനെയെങ്കിലാണ് നിങ്ങൾക്ക് കൂടുതൽ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ. കാരണം GNM കോഴ്സ് എന്ന് പറയുമ്പോൾ അത് പ്രാക്ടീസ് ബേസ്ഡ് ആണ്. അതുപോലെ തന്നെയാണ് ANM കോഴ്സ് ആയിരുന്നാലും ഒരു പ്രാക്ടീസ് ബേസ്ഡ് ആയിട്ടാണ് അതിൻ്റെ കോഴ്സ് വരുന്നത്, തിയറി കുറവായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാണ് GNM പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് ANM അല്ല, ഈ ഒരു അതായത് പോസ്റ്റ് ബേസിക് GNM കോഴ്സ് ചെയ്യാൻ പറ്റും, അത് പോസ്റ്റ് ബേസിക് നഴ്സിംഗ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ PB നഴ്സിംഗ് എന്ന് പറയുമ്പോൾ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് ആണ്. അപ്പോൾ BSc നഴ്സിംഗ് അതായത് ഈ ഒരു GNM കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക്, അതായത് 55% മാർക്ക് നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് ചെയ്യാൻ പറ്റും. എന്നാൽ കേരളത്തിൽ പറ്റില്ല. കേരളത്തിൽ ഫിസിക്സ്, +2 ഫിസിക്സ്, അതുപോലെ കെമിസ്ട്രി, ബയോളജി എന്നിവ പഠിക്കണമെന്ന് നിബന്ധനയുണ്ട്. എന്നാൽ കേരളത്തിന് പുറത്ത് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് ചെയ്യാവുന്നതാണ്. കാരണം തമിഴ്നാട്, കർണാടക ഇവയിലൊന്നും ഈ ഒരു പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് ചെയ്യണമെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി +2 പഠിക്കണമെന്ന് നിബന്ധനയായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ നിങ്ങൾക്ക് ഈ ഒരു GNM കോഴ്സുകളിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് GNM സ്കൂളുകളിലേക്കുള്ള അപേക്ഷകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഈ ഒരു ഏതെങ്കിലും ഹോസ്പിറ്റലുകൾക്ക് കീഴിലുള്ള GNM സ്കൂളുകളിൽ നിങ്ങൾ അഡ്മിഷൻ നേടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.